بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات أما بعد ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഒരമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകളെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തവാഫ് പറഞ്ഞു, ഇനി സായിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് കുറേ പറയാനുണ്ട്. മിനുണ്ട്, അറഫുണ്ട്, മുസ്ദലിഫുണ്ട്, ജബലുർ റഹ്മുണ്ട്, തഹല്ലുൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ സഫാ മർവയെക്കുറിച്ച് നമ്മൾ ഖുർആനിൽ പറഞ്ഞൊരായത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ആദ്യം. അപ്പോൾ നമുക്കൊരു റാഹത്തുണ്ടാവുമല്ലോ, എന്താണ് സഫാ മർവ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الصفا والمروة من شعائر الله فمن حج البيت واعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. സൂറത്തുൽ ബഖറ 158 158 ആയത്ത്. സൂറത്തുൽ ബഖറ. സഫാ മർവൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ആ ചരിത്രത്തിന് 2 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം ബീവി മറിയം ബീവി റളിയല്ലാഹു ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ മകന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മനുഷ്യൻ പോലുമില്ലാത്ത കാട് പിടിച്ച് കിടന്നിരുന്ന, ഒരു മനുഷ്യനും താമസിക്കാത്ത അള്ളാഹുവിൻ്റെ ഭവനത്തിൽ തൻ്റെ ഭാര്യ ഹാജർ ബീവിയെയും തൻ്റെ കൊച്ചുമകൻ ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ കഅബത്തിനിടെ കടത്തി ഒന്നും പറയാതെ തിരിച്ചു പോവുകയാണ്. സഹായിക്കാൻ ആളുകളില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളവുമില്ല. ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ ആ കഅബൻ്റെ തറമ്മൽ കിടത്തിയേക്കാണ് കുട്ടീനെ. കഅബൻ്റെ ആ തറയിൽ കിടത്തിയിരിക്കുകയാണ് കുട്ടി. അന്ന് പള്ളി ഉണ്ടായിട്ടില്ലല്ലോ, പള്ളീൻ്റെ തറയേ ഉള്ളൂ. പിന്നെ ഇബ്രാഹിം നബിയും ഈ കുട്ടിയുമാണ് ആ കഅബ നിർമ്മിക്കുന്നത്. ചരിത്രങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ കഅബൻ്റെ തൊട്ടപ്പുറത്തുള്ള 2 കുന്നുകളാണ് സഫയും മറുവയും. ഇന്ന് നമുക്കത് കുന്നായിട്ട് വല്ലാതെ അനുഭവപ്പെടില്ല, പക്ഷേ കുന്നും പാറക്കല്ലൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. സഫയിലും മറുവയിലുമൊക്കെ ആ കുന്നിൻ്റെ മുകളിലുള്ള മക്കയിലെ മറ്റ് പർവ്വതങ്ങളൊക്കെ പോലെ തന്നെ പൊട്ടിച്ച് തീരാത്ത അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടില്ലാത്ത ആ കുന്ന് നമ്മൾക്കിപ്പോൾ കാണാൻ പറ്റും. മഹദി ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ഓടുകയാണ്. സഫയിൽ നിന്ന് മറുവയ്ക്കും, മറുവയിൽ നിന്ന് സഫയ്ക്കും, സഫയിൽ നിന്ന് മറുവയ്ക്കും, മറുവയിൽ നിന്ന് സഫയ്ക്കും. ഞാൻ പറഞ്ഞല്ലോ, 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കുന്നിൽ നിന്ന് മറ്റേ കുന്നിലേക്ക്. കഅബൻ്റെ ചുറ്റുഭാഗത്തും കുന്നുകളാണ്. അബൂ ഖുബൈസ് പർവ്വതം കേട്ടില്ലേ നിങ്ങൾ? അബൂ ഖുബൈസ് പർവ്വതം ചന്ദ്രനെ പിളർപ്പാക്കി കാണിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പർവ്വതം ഈ സഫാ കുന്നിൻ്റെ അവിടുന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു കുന്നാണ് അബൂ ഖുബൈസ് പർവ്വതം എന്ന് പറയുന്ന വലിയൊരു കുന്ന്. നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാനില്ല, ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന കുട്ടിൻ്റെ വാപ്പ അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം
ഈ കുട്ടീനെയും ഉമ്മാനെയും അവിടെ ആക്കി പോവുകയാണ്, നിങ്ങളങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല, തിരിഞ്ഞു നോക്കണില്ല. ഒരേ ഒരു പ്രതീക്ഷ. അവസാനം ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് ചോദിക്കുകയാണ്, അള്ളാഹു കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത് എന്ന്. അതിന് മാത്രം മറുപടി അതെ, വേറെ ഉള്ളതിനൊന്നും മറുപടിയില്ല. എങ്ങോട്ടാണ് പോകണം, എപ്പോഴാണ് വരിക, എന്നെയും തൻ്റെ ഈ കുഞ്ഞിനെയും ഈ മരുഭൂമിയിൽ കാടും മൃഗങ്ങളുള്ള ഈ മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്, അതിനൊന്നും മറുപടിയില്ല. ലാസ്റ്റ് ഒരു മറുപടി കിട്ടിയത് അള്ളാഹു കൽപ്പിച്ചിട്ടാണോ പോണത്. യെസ്, അവർ സംതൃപ്തിയായി. അള്ളാഹു അല്ലേ എല്ലാത്തിൻ്റെ ആട്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണല്ലോ ഇവിടെ താമസിപ്പിച്ചത്. അപ്പോൾ അള്ളാഹ്ക്കൊരു തീരുമാനം ഉണ്ടാവും. പക്ഷേ എല്ലാം അള്ളാഹിൻ്റെ മേൽ തവക്കുലാക്കി ഇരിക്കാനൊന്നും പറ്റൂലല്ലോ. ഞാനൊക്കെ പടച്ചോൻ്റെ മേൽ തവക്കുലാക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പണി എടുക്കാതെ ഇരിക്കാനൊന്നും പറ്റൂലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിൻ്റെ മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ വെള്ളം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഈ കുന്നിന്ന് ആ കുന്നിക്കും ആ കുന്നിന്ന് ആ കുന്നിലേക്കും, ഈ കുട്ടീനെ അവിടെ കാണാം, കാബൻ്റെ തറമ്പര് കാണാം, പ്രത്യേകിച്ച് മറവാ കുന്നുമേ കയറിയാൽ പ്രത്യേകിച്ചും കാണാം. ഈ കുട്ടീനങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഓടി. വല്ലാത്തൊരു ഓട്ടമായിരുന്നു അത്, അല്ലേ? ഈ ഒരു ഓട്ടമാണ് നമ്മുടെയും യഥാർത്ഥ ഓട്ടം. ഞാനതിലേക്ക് വരാം. പിന്നെ കാലം കുറേ കഴിഞ്ഞു. എല്ലാ പുണ്യസ്ഥലങ്ങളിലും അത് ആളുകളെ പഴപ്പിക്കാനും വേണ്ടാത്തരങ്ങളിലേക്ക് കൊണ്ടുപോകാനും പിശാച്ചുണ്ടാകും. പിശാച്ച് കളി തുടങ്ങി. ഹാജർ ബീവി ഈ ഓടിയ ഈ കുന്നുകളെ ആളുകൾ ബഹുമാനിക്കാൻ തുടങ്ങി. കാരണം അല്ലാത്ത അള്ളാഹുവിനെ പ്രതീക്ഷിച്ച് ഓടിയൊരു കുന്ന്, അതിനെ തുടർന്നാണല്ലോ, അധ്വാനത്തെ തുടർന്നാണ് ഓട്ടം നിർത്തിയത്. എപ്പോഴാണ്? 7 വട്ടം ഓടിയിട്ട് എപ്പോഴാണ് ഓട്ടം നിർത്തിയത് അറിയാലോ അല്ലേ? ആ മറവാ കുന്നുമേൽ നോക്കിയാൽ കാണാം കാബൻ്റെ തറ. ആ തറമ്മൽ കിടക്കുമ്പോൾ ആ കുട്ടിൻ്റെ കാൽ ചുവട്ടിൽ നിന്ന് നിറയെ വെള്ളം ഇങ്ങനെ ഉറവയെടുത്തിട്ട് ഇങ്ങനെ തിളക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് ഹാജർ ബീവിക്ക് സമാധാനമായത്. എൻ്റെ കുട്ടിക്ക് കുടിക്കാൻ വെള്ളം കിട്ടിയല്ലോ, എനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടിയല്ലോ എന്ന് എഴുതിയിട്ട് മറവേന്ന് പിന്നെ ഈ സംസം വെള്ളത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നോക്കുമ്പോൾ നിറയെ ഈ കുട്ടി കാലിട്ടടിക്കുന്ന സ്ഥലം. അപ്പോൾ എത്ര ചെറിയ കുട്ടിയാണെന്ന് ആലോചിച്ച് നോക്കി. മലർന്ന് കിടക്കുന്ന കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ആ കാലിൻ്റെ ചുവട്ടുനിന്ന് ആ വെള്ളം ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ ആ കാബൻ്റെ മുറ്റത്താണ് കിടത്തിയത്. കാബമേൽ എന്നല്ല, ആ മത്വാഫില്ലേ, നമ്മൾ ഹജറുൽ അസ്വദിൻ്റെയൊക്കെ ആ ഭാഗത്താണ് മത്വാഫ്, അവിടെയാണ് കിടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് വെള്ളം കാണുമ്പോൾ ചുറ്റുഭാഗത്തും കല്ലും മണ്ണും ഒക്കെ കൂട്ടി വെച്ചിട്ട് ഹാജർ ബീവി റളിയല്ലാഹു തആല പറയണം, സംസം നിൽക്ക് വെള്ളം ഒഴുകിപ്പോകല്ലേ എന്ന് പറയാണ്. ഈ സംസം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കൂ, ഒഴുകിപ്പോകരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അന്നാണ് ആ പേര് വീണത്. അപ്പോൾ അത്രയും പുണ്യമുള്ള അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചിട്ട്, അള്ളാഹു അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ ആ ഓടിയ ഓട്ടം, ആ ഓട്ടത്തിന് വലിയ മഹത്വമുണ്ട്. അതോടിയ ഹാജർ ബീവിക്ക് മഹത്വമുണ്ട്. അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ച് ഓടിയ സഫാ കുന്നുകളില്ലേ, ഉമ്മ ഹാജർ ബീവി, റസൂലുള്ളാഹിൻ്റെ വല്യമ്മ, ആ ഹാജർ ബീവി ഓടിയ സ്ഥലത്തിനും മഹത്വമുണ്ട്. അപ്പോൾ അതിനെ ഓർമ്മിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, ആ ഓടിയ ഓട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സ്ഥലമായി അള്ളാഹു നിശ്ചയിച്ചതാണ് ഈ സഫ മർവ. അങ്ങനെ കാലം കുറേ കഴിഞ്ഞു. ബിംബാരാധനയൊക്കെ തുടങ്ങി. കാബൻ്റെ ഉള്ളും പുറത്തുമൊക്കെ ബിംബാരാധന തുടങ്ങി. നല്ല മനുഷ്യന്മാരും മോശപ്പെട്ട മനുഷ്യന്മാരും അവിടെ വരുന്ന സാഹചര്യമുണ്ടായി. അതിനിടയിൽ ദുഃഖകരമായ, നമ്മളൊരിക്കലും വിചാരിക്കാത്തൊരു സംഭവം ഉണ്ടായി. ഇസാഫ് നായില എന്ന് പറയുന്ന ഒരു പുരുഷനും സ്ത്രീയും കാബൻ്റെ അകത്ത് കയറി വ്യഭിചരിച്ചു. നഊദു ബില്ലാഹ്, വ്യഭിചാരം നടത്തി കാബൻ്റെ അകത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവ രണ്ടുപേരെയും പാറക്കല്ലുകളായി കൊലമറിച്ചു. അപ്പോൾ എന്ത് ചെയ്തു എന്നല്ലേ,
ഈ വേണ്ടാവൃത്തി നടത്തിയതിന് അള്ളാഹു തആല നൽകിയ ശിക്ഷയായിരുന്നു 2 പാറക്കല്ലുകളായിട്ട് ഇവരെ കോലമറിച്ചത്. ആളുകൾക്കെല്ലാം പാഠമാകട്ടെ എന്ന് കരുതിയ ഖുറൈശികൾ എന്ത് ചെയ്തു എന്നല്ലേ, ഈ 2 കല്ലുകളെ സഫാ കുന്നിൻ്റെ മുകളിലും മർവ കുന്നിൻ്റെ മുകളിലും കൊണ്ടുവച്ചു. എന്തിന്? അള്ളാൻ്റെ ഹറമാണ്, ഇവിടെ വേണ്ടാവൃത്തി ചെയ്താൽ ശിക്ഷ അപ്പം കിട്ടും എന്ന് ആളുകൾക്ക് പാഠം നൽകാൻ വേണ്ടി സഫൻ്റെ മുകളിലും മറുവൻ്റെ മുകളിലും കൊണ്ടുവച്ചു. ആളുകൾക്ക് വലിയ ബേജാറായി. കുറേ കാലത്തേക്ക് വലിയ ബേജാറായി. ആളുകൾ ഈ കല്ല് കാണുമ്പോൾ ഈ ഹറമിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ള ബോധം മുന്നോട്ട് കൊണ്ടുവന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അന്ന് വന്ന ആളുകളിൽ പിന്നീട് വരുന്നത്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എന്ത് ചെയ്യണം, ആളുകൾ വരുന്നു. ഈ ആളുകളെ മുന്നിൽ ഈ കല്ലിന് ബഹുമാനം ഉണ്ടാക്കി കൊടുത്തു പിശാച്. ഇത് പ്രധാനപ്പെട്ടൊരു കല്ലാണ്, അള്ളാഹു ബഹുമാനിച്ചൊരു കല്ലാണ് എന്ന രീതിയിൽ വിവരമില്ലല്ലോ ആളുകൾക്ക്. അതിനെ ബഹുമാനിക്കാൻ തുടങ്ങി, വണങ്ങാൻ തുടങ്ങി, തൊട്ടുമുത്താൻ തുടങ്ങി. പിന്നെ അത് 2 ബിംബങ്ങളായി, ആരാധ്യ വസ്തുക്കളായി മാറി. അപ്പോൾ സഫൻ്റെ മുകളിൽ ഇസാഫ് എന്നുള്ള ബിംബവും മർവൻ്റെ മുകളിൽ നായില എന്നുള്ള ബിംബവും. പിന്നെ ആളുകൾ, പിന്നീട് കാലക്രമേണ വന്ന ആളുകൾ, നൂറ്റാണ്ടുകൾ ഇങ്ങനെ കഴിയുമ്പോൾ മാറുമല്ലോ, അവരെന്ത് ചെയ്തു, ഈ കാബൻ്റെ അകത്ത് കുറേ ബിംബങ്ങളുണ്ട്, സഫൻ്റെ മറവുള്ള ആ ബിംബത്തിനെയും മറവൻ്റെ ബിംബത്തിനെ ആരാധിക്കാൻ തുടങ്ങി, തൊട്ട് വണങ്ങുക, പൂജിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനം കൊണ്ടുവന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലും കാബയിലും എന്താണോ അനുഷ്ഠിച്ചത് അതങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്ഥാപിച്ചു. അതിനുശേഷം വന്ന ബിംബങ്ങളെയൊക്കെ എടുത്തു മാറ്റി, ബിംബാരാധന മൊത്തം എടുത്തു മാറ്റി, അതിൻ്റെ ചിഹ്നങ്ങളെ മുഴുവനും എടുത്തു മാറ്റി. 360ഓളം ബിംബങ്ങൾ കാബൻ്റെ അകത്തും പരിസരത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കി ശുദ്ധീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെയാണോ കാബ നിർമ്മിച്ച് നിസ്കാരത്തിനും ഇബാദത്തിനും തവാഫിനും വേണ്ടി ക്ഷണിച്ചത്, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സ്ഥാപിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഈസാഫിനെയും നായിലയെയും എടുത്തു മാറ്റി. നിങ്ങൾ തമ്മിലാണല്ലോ ശ്രദ്ധിക്കണം. ഒരു പ്രസ്ഥാനം പിശാച് ഇടപെട്ട് ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതിനുള്ള തെളിവാണത്. കാബൻ്റെ അകത്ത് വ്യഭിചരിച്ചതിനാണ് ഇസാഫിനെയും നായിലയെയും കല്ലായി കോലമറച്ചത്. നല്ലവരായ മനുഷ്യന്മാർ, ഖുറൈശികൾ, ആളുകൾക്ക് പാഠമാകട്ടെ എന്ന് കരുതിയിട്ടാണ് കാബ കാണുന്ന തൊട്ടടുത്തുള്ള സഫൻ്റെയും മറവൻ്റെയും മുകളിൽ ആ കല്ല് കൊണ്ടുവച്ചത്. നൂറ്റാണ്ടുകൾ കടന്നുപോയി. പിശാച്ചിന് ഈ ചരിത്രം ആളുകളെ കൊണ്ട് മറപ്പിക്കുകയും പുതിയ വന്ന ഖൗം എന്ത് ചെയ്തു, ഇതിനെ ആരാധിക്കുകയും ചെയ്യാണ്. ആദ്യം തൊട്ടുമുക്കി വന്ദിക്കാൻ തുടങ്ങി, പിന്നെ ആരാധിക്കാൻ തുടങ്ങി, പിന്നെ അത് ബിംബമായി, ദൈവമായി. ഇതന്നെയാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കും സംഭവിക്കുക. നല്ലോണം ശ്രദ്ധിച്ചോളണം. എല്ലാ നല്ല കാര്യങ്ങളും നല്ല ഉദ്ദേശത്തിലായിരിക്കും തുടങ്ങുക. പിശാച് ഇടപെട്ടിട്ട് മെല്ലെ 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 അത് തുടങ്ങിയ ആളുകൾ മരിച്ചു പോയിട്ടുണ്ടാകും, അവർക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ പിശാച്ചും ഇരിക്കുന്നില്ലല്ലോ. പിശാച്ച് ഇതിനൊക്കെ ആസൂത്രണം ചെയ്ത് നൂറ്റാണ്ടുകളെ കൊണ്ട് അത് മാറ്റി എടുക്കുകയാണ്. അത് മറ്റൊരു രീതിയിലാക്കണം. അള്ളാഹ്ക്ക് മാത്രം ആരാധിച്ചിരുന്ന ഒരു സംവിധാനത്തെ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്ന ഒരു സംവിധാനങ്ങളാക്കി മാറ്റണം. പിശാച് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്, എന്താ ഇപ്പോൾ ഒരു ദൈവമൊക്കെ എങ്ങനെ നമ്മളെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ഒരു ദൈവത്തിന് എങ്ങനെ നമ്മളെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരാൾ വേറെ ദൈവത്തെ വെക്കുന്നു, മറ്റൊരാൾ വേറെ ദൈവത്തെ വെക്കുന്നു, മറ്റൊരാൾ വേറെ ബിംബത്തെ വെക്കുന്നു. അങ്ങനെ മതിയാകാതെ 360 ബിംബങ്ങൾ കാബൻ്റെ ചുറ്റുഭാഗത്തും പിന്നെ പരിസരങ്ങളിലും ഗോത്രങ്ങൾക്കൊക്കെ വേറെ ദൈവങ്ങൾ. എന്നിട്ടാണ് അവർ പറയുകയാണ്, ഇതൊന്നും പ്രശ്നം തീരാൻ ഇതൊന്നും മതിയാവില്ല. മഴയ്ക്കൊരു ദൈവം വേണം, വെള്ളത്തിനൊരു ദൈവം വേണം, വിവാഹത്തിനൊരു ദൈവം വേണം, സന്താനോൽപാദനത്തിൽ പറയാൻ വേറെ ദൈവം വേണം, എല്ലാം കൂടെ ഒരു ദൈവത്തിന് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട് പിശാച് തോന്നിപ്പിച്ചു കൊടുക്കുന്നു ബിംബങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബിംബങ്ങളൊക്കെ തകർത്തു തരിപ്പണമാക്കി എന്ത് ചെയ്തു, അവിടെ ആരാധന ആരംഭിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? സഫാ മർവൻ്റെ ഇടയിൽ അപ്പോഴുമാണല്ലോ നടക്കുക.
പക്ഷേ മുസ്ലിമീങ്ങൾക്ക് അതിനിടയിൽ തവാഫ് ചെയ്യാൻ ഭയങ്കര പ്രയാസം. നമ്മൾ സായി ചെയ്യാന്ന് പറയാം, സംഗതി തവാഫ് തന്നെയാണ്. സഫ മറവയിൽ നിന്ന് അങ്ങോട്ടും മറവയിൽ നിന്ന് ഇങ്ങോട്ടും സഫയിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ. അപ്പോൾ ആളുകൾക്ക് ഇനിയിപ്പോൾ ആളുകൾ ബിംബാരാധനയ്ക്ക് വേണ്ടിയാണ് സഫയിൽ നിന്ന് മറവയ്ക്ക് പോയിരുന്നത്, മറവയിൽ നിന്ന് സഫയ്ക്ക് പോയിരുന്നത് ബിംബത്തിനെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നു. മുസ്ലിമീങ്ങൾക്കൊരു വിഷമം, ഇനിയിപ്പോൾ എങ്ങനെ അതിൻ്റെ ഇടയിൽ നടക്കുക, അവിടെ നായില, അവിടെ ഇസാഫ്, ആ പഴയ വിശ്വാസം മനസ്സിൽ ഇങ്ങോട്ട് ഇല്ല. എന്നാലും അതിൻ്റെ ഇടയിൽ നടക്കാൻ ഒരു പ്രയാസം അവർക്ക്, അതിന് വേണ്ട എന്നൊക്കെ ഒരു തോന്നൽ. ഈ ശിർക്കിനോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പാണ് കാരണം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഇറക്കി, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ഇതാണ് മൂന്നാം ഘട്ടം. ഇന്ന സ്വഫാ വൽ മർവത. ഒന്നാം ഘട്ടം ഏതാണ്? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിനോട് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നടന്നതാണ് ഒന്നാമത്തെ ഘട്ടം. അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിന് വെള്ളം കിട്ടാൻ പടച്ചോനൻ്റെ അടുത്തുനിന്ന് പടച്ചോനെ മാത്രം പ്രതീക്ഷിച്ചിട്ട് സഫയിൽ നിന്ന് കുന്നിലേക്ക് ഓടിയ ഒന്നാമത്തെ ഘട്ടം. ഇഖ്ലാസിൻ്റെയും തഖ്വയുടെയും തവക്കുലിൻ്റെയും ഒന്നാമത്തെ ഘട്ടം. ഇഖ്ലാസിൻ്റെയും തവക്കുലിൻ്റെയും താഴ്മയുടെയും പ്രാർത്ഥനയുടെയും ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ഏതാണ്? രണ്ടാമത്തെ ഘട്ടം ഷിർക്ക് ചെയ്തുകൊണ്ട് ഒന്നാമത്തതിൽ നിന്ന് സഫയിൽ നിന്ന് ഷിർക്ക് ചെയ്യുക, ബിംബാരാധന നടത്തുക, മറവയിലേക്ക് പോവുക, മറവയിൽ നിന്ന് സഫയിലേക്ക് വരിക, സഫയിൽ നിന്ന് മറവയിലേക്ക് പോവുക, ഈ വിധത്തിൽ ഇട്ടുള്ള രണ്ടാമത്തെ ഘട്ടം. അപ്പോൾ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, തീർച്ചയായും സഫയും മറവയും മിൻ ശആഇരില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇബാദത്തിൻ്റെ ചിഹ്നങ്ങളാണ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. അതിനിടയിൽ ഓടുക നടക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള ആരാധനക്കുള്ള അടയാളമാണ്. ഷിആർ, ഒരുപാട് ഷിആറുകളുണ്ട് അവിടെ. സഫയും മറവയും മത്വാഫും മസ്അയും അറഫയും മുസ്ദലിഫയും ഒക്കെ അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത സ്ഥലങ്ങളാണ്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഹാജർ ബീവിയും മക്കളൊക്കെ ഇബാദത്ത് ചെയ്ത ചിഹ്നങ്ങളാണ്. എന്നിട്ട് പറയണം, ഫമൻ ഹജ്ജൽ ബൈത അബി ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ. അതുകൊണ്ട് വിശുദ്ധമായ കഅബ ആരെങ്കിലും ഹജ്ജ് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അബി ഇഅ്തമർ അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നുണ്ടെങ്കിൽ ഫലാ ജുനാഹ അലൈഹി, അവന് കുറ്റകരമല്ല, തെറ്റല്ല, അൻ യതവഫ ബിഹിമ, ഈ സഫാ മർവക്കടയിൽ ഇങ്ങനെ തവാഫ് ചെയ്യൽ അഥവാ ചുറ്റിക്കറങ്ങൽ, അങ്ങോട്ടും ഇങ്ങോട്ടും സായി നടത്തൽ ഒരിക്കലും തെറ്റല്ല. അവർ കരുതുകയാണ് ഈ ബിംബാരാധന നടന്നിരുന്ന ഈ സഫാ മർവൻ്റെ ഇടയിൽ ഇനിയും നടക്കാനാവില്ല, അത് ഇനി തെറ്റാകുമെന്ന് കരുതുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയണത് തെറ്റല്ല, അള്ളാൻ്റെ ഷിയാറാണ്, ഇബാദത്തിൻ്റെ അടയാളമാണ്, അതിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ്. പിന്നീട് ഖുറൈശികളും ബിംബാരാധകരും മാറ്റിമറിച്ചതാണ്. നിങ്ങളത് നോക്കണ്ട. നമ്മൾ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാർഗ്ഗത്തിലേക്ക് തിരിച്ചു പോകണം. ഇബ്രാഹിം നബി അത് ചെയ്തിട്ടുണ്ട്, എല്ലാ അമ്പിയാക്കളും ചെയ്തിട്ടുണ്ട്, എല്ലാ ഉലിയാക്കളും സ്വാലിഹീങ്ങളും ചെയ്തിട്ടുണ്ട്. ഫമൻ തതവ്വഅ ഖൈറൻ, ആര് സ്വയം സന്നദ്ധതയോടുകൂടെ പുണ്യകർമ്മങ്ങൾ ചെയ്താലും ഫഇന്നല്ലാഹ ഷാക്കിറുൻ, അള്ളാഹു അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഒരുപാട് പ്രതിഫലം നൽകും. അള്ളാഹു നന്ദി ചെയ്യുന്നവനാണ്, അലീം, എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു ഒരാൾക്കും പ്രതിഫലം കൊടുക്കുന്ന എല്ലാവർക്കും പ്രതിഫലം കൊടുക്കും, ഒരാൾ പോലും വിട്ടുപോകൂല. അലീം, ആരൊക്കെയാണ് അള്ളാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് അള്ളാഹു നന്നായി അറിയുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? സഹാബികളും പിന്നാലെ അങ്ങോട്ട് തവാഫ് ചെയ്തു. ഇതാണ് സായിൻ്റെ മൂന്നാമത്തെ ഘട്ടം. അപ്പോൾ സഫയിൽ നിന്ന് തുടങ്ങി മർവയിലേക്ക് ഒരു വട്ടം അവിടുന്ന് അങ്ങോട്ട്. അതിനിടയിൽ ഓടാൻ കുറച്ച് സ്ഥലമുണ്ട് ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക്. മറിയം ബീവി ഓടിയിട്ടുണ്ടാവുമല്ലോ, കുട്ടി ഇങ്ങനെ കരിയല്ലേ, അടിച്ച് കരിയല്ലേ. ഈ കഅബം സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല താമസിപ്പിച്ചതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ. അപ്പോൾ
അതിനു വേണ്ടിയാണ് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഓടുന്നത്, ഈ കുട്ടിയിലൂടെ തൗഹീദ് ജീവിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ കുന്നിങ്ങോട്ട് ഇറങ്ങിയാൽ, ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിരന്ന സ്ഥലമാണല്ലോ, ഓടിയിട്ടുണ്ടാവില്ലേ. പിന്നെ മറവയ്ക്ക് കയറുമ്പോൾ അത്ര സ്പീഡ് ഉണ്ടാവില്ലല്ലോ കയറ്റാവുമ്പോൾ. അപ്പോൾ പിന്നെ ആ സ്ഥലത്തുമ്പോൾ ഒരു പച്ച ലൈറ്റുള്ള സ്ഥലമുണ്ട്, പച്ച ലൈറ്റ്. അവിടെ എത്തുമ്പോൾ പുരുഷന്മാർ നല്ല കുലുങ്ങി ഇങ്ങനെ ഓടണം എന്നാണ്. ആദ്യകാലത്ത് സായി ചെയ്യാൻ കുറച്ച് വീതിയുള്ള കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ തികയാതിരുന്നപ്പോൾ ഗവൺമെൻറ് എന്തായിട്ടുണ്ട്, വീണ്ടും വിശാലമാക്കിയിട്ടുണ്ട്. വീണ്ടും വിശാലം. ആദ്യം കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ആളുകളെ കൊള്ളാത്തതുകൊണ്ട് വീണ്ടും എന്തായിട്ടുണ്ട്, വിശാലമാക്കിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, ആ കാബൻ്റെ ഭാഗത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, ആ പഴയ വഴിയോട് ചേർന്ന് നിന്നുകൊണ്ട് സായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ആ പഴയ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ഈ വീൽ ചെയറും മറ്റുമൊക്കെ ഉള്ള ആളുകളാണ് എന്താകുന്നത്, ആദ്യം ഉണ്ടായിരുന്ന ആ സെൻട്രലുണ്ടായിരുന്ന ആ വഴി ഉപയോഗിക്കുന്നത്, തിരക്കായതുകൊണ്ട്. അപ്പം പിന്നെ മുകളിലുണ്ട്, അതിൻ്റെ മുകളിലുണ്ട്, അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 1-ാം നിലയിൽ 2-ാം നിലയിൽ 3-ാം നിലയൊക്കെ ഉണ്ട്. ഗവൺമെൻറ് അവിടുത്തെ സെക്യൂരിറ്റി, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എങ്ങോട്ടാണോ തുറന്നിരുന്നത് അങ്ങോട്ട് പോകേണ്ടി വരും. ചിലപ്പോൾ അടിയിലായിരിക്കും, ചിലപ്പോൾ മുകളിലായിരിക്കും, ചിലപ്പോൾ 2-ാം നിലയിലായിരിക്കും, ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ദിക്റൊക്കെ ചെല്ലാനുണ്ട്. അങ്ങനെയാണ് ആരംഭിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പറയാം. ഇവിടെ ഖുർആൻ ഒരു കലാമ് ശ്രദ്ധിക്കുക. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാ. സഫയും മർവയും അള്ളാഹുവിൻ്റെ ആരാധനയ്ക്കുള്ള ഷിആറാണ്. ഇമാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്ത ഒരു പുണ്യകർമ്മമാണ്. അതുകൊണ്ട് ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ ചുറ്റിക്കറങ്ങിയത്, അവർ സഫാ മർവക്കടയിൽ ഇങ്ങനെ ഓടി വെള്ളം തേടി നടന്നത്, വെള്ളം തീർന്നപ്പോൾ, ഭക്ഷണം തീർന്നപ്പോൾ, അങ്ങനെ അവസാനം ഒരു മനുഷ്യന്മാരില്ല, തൻ്റെ കുട്ടി മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു, വെള്ളം തീർന്നു, അള്ളാഹുവിനോട് സഹായം തേടി. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, തുത്ലബുൽ ഗൗസ മിനല്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടി അസ്സ വജല്ല. അങ്ങനെ ഈ സഫാ മറവ എന്ന് പറയുന്ന പുണ്യകർമ്മങ്ങൾക്കിടയിൽ അവരങ്ങനെ ഓടി നടന്നു. മുതദല്ലിലത്തൻ, വളരെ താഴ്മയോടുകൂടി, ഖായിഫത്തൻ, ഭയപ്പെട്ടുകൊണ്ട്, മുൽത്തറത്തൻ ഫഖീറത്തൻ, ഇനി പടച്ചോനല്ലാതെ എന്നെയും തൻ്റെ കുട്ടിയെയും രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ആ പ്രതീക്ഷയോടുകൂടെ, ഹത്താ കശവല്ലാഹു കുർബത്തഹ, അങ്ങനെ പെട്ടെന്ന് അള്ളാഹു അവരുടെ പ്രയാസം അത്ഭുതകരമായ രീതിയിൽ തീർത്തു കൊടുക്കുകയാണ്. എങ്ങനെ? സംസം മാ ഉഹാ ത്വഅമുൻ, സംസം വെള്ളം ഭക്ഷണമാണ്, വഷിഫാഉ സുഖ്മിൻ, രോഗത്തിന് ശമനമാണ്. ലോകത്തൊരു വെള്ളം ഉണ്ടെങ്കിൽ ഭക്ഷണമാക്കാനും വെള്ളമാക്കാനും പറ്റിയൊരു ഒന്നുണ്ടെങ്കിൽ അത് ഈ വെള്ളം മാത്രമാണ്. അങ്ങനെ സായി എംബഗീലഹു, ഇത് പറയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ സായി ചെയ്യുന്നയാൾ അള്ളാഹുവിന് മാത്രമേ കരുതാൻ പാടുള്ളൂ. എൻ്റെ ഖൽബിന് ഹിദായത്ത് തരണം, എൻ്റെ അവസ്ഥ നന്നാക്കി തരണം, എൻ്റെ പാപങ്ങൾ പുറത്തു തരണം എന്ന് അള്ളാഹുവിനോട് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം സായി ചെയ്യുന്നത്. വെറുതെ ഒരു നടത്തല്ലത്. ഹാജർ ബീവി എങ്ങനെ നടന്നോ, എന്ത് ഉദ്ദേശത്തിൽ നടന്നോ, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ നടക്കുമ്പോൾ അവരെ മനസ്സെങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത്, അതേപോലെ നമുക്ക് വെള്ളമല്ല കിട്ടേണ്ടത്, നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരണം, നമ്മുടെ അയ്ബുകളൊക്കെ അള്ളാഹു നന്നാക്കി തരണം, ഹൃദയത്തെ ശുദ്ധീകരിച്ച് തരണം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹു തന്നെ എത്തിച്ചേരണം, മരിക്കുന്നത് വരെ ആ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മളെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തണം. ഇതൊക്കെയാണ് ഈ സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ടത്. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, അർഹമർറാഹിമായ കാരുണ്യവാനായ തമ്പുരാനെ, നീ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന വിധത്തിൽ ഹജ്ജും ഉംറയും സിയാറയും ചെയ്യാൻ ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, സഫാ മറവയിനിടയ്ക്കിടയിൽ നിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾ എങ്ങനെയാണോ
ആ സഅയ് നിർവഹിച്ചത് അതുപോലെ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അത് കാരണമായി നിൻ്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഹബീബായ മുത്തുനബിയും സ്വഹാബത്തും അമ്പിയാക്കളും നടന്ന ആ വഴികളിലൂടെ നടക്കുമ്പോൾ ആ ഒരു ബഹുമാനം ഞങ്ങളുടെ ഹൃദയത്തിന് നീ നിലനിർത്തി തരണേ റഹ്മാനെ. സ്വാലിഹീങ്ങളായ ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഈമാൻ നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുറാഹിമായ കാരുണ്യവാനായ ആകാശഭൂമികളെ സൃഷ്ടിച്ച അർഹമുറാഹിമായ റബ്ബേ, അർശിൻ്റെ ഉടമസ്ഥനായ തമ്പുരാനെ, അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരണസമയം വരെ ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ്, ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.